Okay, good evening all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ ഗൈഡ് ടു സ്റ്റാർട്ട് എ സക്സസ്ഫുൾ കരിയർ ഇൻ GST. GST എന്ന് പറയുന്നത് ഇപ്പൊ വന്നിട്ട് ഏകദേശം കുറച്ച് വർഷമായി. 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GST 2017 വന്നിട്ട് ഇപ്പൊ 2024 ആയിട്ടും പലർക്കും GST എന്ന് പറയുമ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും GST അറിയാമെന്ന് ഉറപ്പിച്ച് കോൺഫിഡന്റോടെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഓൾറെഡി പ്രീതമ്മ അത് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം വർക്ക് ചെയ്യുന്നവരുണ്ട് ഈ ഒരു നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ കുറെ ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞിട്ട് വർക്കിലോട്ട് അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ അവർ അക്കൗണ്ടിങ് മേഖലയിൽ വർക്കിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം GST എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നേരത്തെ വാല്യൂ ആഡ് ടാക്സ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, സെൻട്രൽ എക്സൈസ്, അപ്പൊ പല ടാക്സസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം GST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സ് ആണ് നമുക്ക് ഇൻഡയറക്ട് ടാക്സ് ഉള്ളത്. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ഇപ്പം തീരെ ചെറിയ ഓർഗനൈസേഷൻ അല്ലാണ്ട് ബാക്കി എല്ലാ ഓർഗനൈസേഷൻസും തന്നെ ഇപ്പം GST രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പൊ ഒരു അക്കൗണ്ടന്റ് അവിടെ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ GST അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ GST ആക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആസ് ആൻ അക്കൗണ്ടന്റ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇൻ GST എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് ഇൻവോയ്സിങ്, 2 വേ ബിൽ, 3 GST റിട്ടേൺ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലി GST റിലേറ്റഡ് ഒരു ഓർഗനൈസേഷനിൽ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ ചെയ്യേണ്ടി വരുന്നത്. ആദ്യം ഇൻവോയ്സിലോട്ട് പോകാം. ഇൻവോയ്സിന് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? 2017 മുതൽ ഇപ്പൊ റണ്ണിങ് ഇയർ എന്ന് പറയുന്നത് 2024-25 ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പം ഈ ഒരു വർഷം ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ 2017 മുതൽ 2024 വരെയുള്ള ഏതെങ്കിലും ഒരു വർഷം നമ്മളുടെ ഓർഗനൈസേഷന്റെ ടേൺ ഓവർ, ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ 5 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണ്. വൺസ് ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഏതെങ്കിലും ഒരു വർഷം നമ്മളുടെ ടേൺ ഓവർ 5 കോടിക്ക് മേലെ പോയിട്ടുണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആകും. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഏത് വർഷമാണോ നമ്മൾ ക്ലോസ് ചെയ്യണത് അതിന്റെ അടുത്ത വർഷം തൊട്ട് നമുക്ക് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് B2B ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഒരു ഓർഗനൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ B2B എന്ന് വെച്ചാൽ ബിസിനസ് ടു ബിസിനസ്, ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനാണ് ഈ ഇൻവോയ്സ്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ B2B ട്രാൻസാക്ഷൻ ഉണ്ടാകും, കസ്റ്റമർ എൻഡിലോട്ട് വരണം. അതായത് ഫൈനൽ കസ്റ്റമർക്ക് കൊടുക്കണം. ഒരു റീറ്റെയിൽ ട്രേഡിംഗ് ആണെങ്കിൽ ഒരു B2C ട്രാൻസാക്ഷൻസ് ആയിരിക്കും അവർക്ക് കൂടുതൽ വരിക. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ B2B ട്രാൻസാക്ഷനും ഉണ്ടാകാം, B2C ട്രാൻസാക്ഷൻ ഉണ്ടാകും. അതിൽ B2B ട്രാൻസാക്ഷൻസിന് മാത്രമാണ് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആവുക. ഈ ഇൻവോയ്സ് എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടേം എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഇൻവോയ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു ബില്ല്. പക്ഷെ GST നമ്മൾ ഇൻവോയ്സിന് പറയണത് വെറുതെ ഒരു ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്നല്ല. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാള് കൊടുക്കുന്ന ബില്ല് എന്ന് പറയുന്നതിന് അതിന്റെ ടേം എന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് എന്നാണ്. അപ്പം GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ ബില്ല് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആയിരിക്കണം. അപ്പൊ ആ ഒരു ടാക്സ് ഇൻവോയ്സും ഈ ഇൻവോയ്സിങ്ങും ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? അതായത് ടാക്സ് ഇൻവോയ്സ് ആണ് എല്ലാവർക്കും, B2C ആണെങ്കിലും B2B ആണെങ്കിലും ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ എല്ലാവർക്കും ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം. പക്ഷെ ഈ ടാക്സ് ഇൻവോയ്സിനകത്ത് ഒരു QR കോഡും ഒരു IRN, അതായത് നമ്മൾ എന്താണോ സാധനം സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു QR കോഡും അതിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു IRN നമ്പറും നമ്മളുടെ ഈ പറയണ ടാക്സ് ഇൻവോയ്സിൽ അഡീഷണൽ ആയിട്ട് വരുവാണെങ്കിൽ അതാണ് ഈ പറയണ ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GST ഫയലിംഗ് അല്ലാണ്ട് ഈ ഇൻവോയ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന QR കോഡും IRN ജനറേറ്റ് ആകും. അതും കൂടെ നമ്മളുടെ ഈ ടാക്സ് ഇൻവോയ്സിലോട്ട് അഡീഷണൽ ആയിട്ട് വന്നിട്ട് ആ ഒരു ഇൻവോയ്സ് ആണ് ഈ ഇൻവോയ്സ്. നമ്മളിപ്പം ഈ ഇൻവോയ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈ പറയുന്ന ഈ ഇൻവോയ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്വിപ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇനേബിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഇൻവോയ്സ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഡാറ്റ ക്യാപ്ചർ ചെയ്ത് നമ്മളുടെ
GSTയുടെ സൈറ്റിൽ നിന്ന് ബാക്ക് എൻഡിൽ ഇത് ഈ IRN-ഉം ഈ QR കോഡും ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടാക്സ് ഇൻവോയ്സിലേക്ക് തന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് റീഡയറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ആയിട്ട് അത് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ത്രൂ തന്നെ ജനറേറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻവോയ്സിന്റെ സൈറ്റിൽ നമുക്ക് ഈ ഇൻവോയ്സ് IRN ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സൽ യൂട്ടിലിറ്റി ഉണ്ട്. അതിൽ നമ്മുടെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് അവിടെ നീ പറയുന്ന IRN-ഉം QR കോഡും ജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ടാക്സ് ഇൻവോയ്സിൽ ഈ ഡീറ്റെയിൽസും അഡീഷണൽ വെച്ചിട്ടും ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം B2B ട്രാൻസാക്ഷൻ എല്ലാം ഗവൺമെന്റിന് ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇപ്പം 5 കോടി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അല്ല. ഒരുമാതിരിപ്പെട്ട ഇപ്പം ആദ്യം ഇവരൊരു GST ഡിപ്പാർട്ട്മെന്റ് ഒറ്റയടിക്കല്ല 5 കോടി, ആദ്യം ഒരു 100 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ളവർ, അതിനുശേഷം ഒരു 50 കോടി, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ടാണ് ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആക്കിയത്. അപ്പം ഈ ഇൻവോയ്സിങ് ഇപ്പം കറന്റ്ലി 5 കോടിക്ക് മേലെ ടേൺ ഓവർ വരുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ഓർഗനൈസേഷനും തന്നെ ഈ ഇൻവോയ്സിങ്ങിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണത്. അപ്പൊ ഈ ഒരു അക്കൗണ്ടന്റ് തന്നെ വേണം ഈ ഇൻവോയ്സും ജനറേറ്റ് ചെയ്യാൻ. അപ്പം ഈ ഇൻവോയ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യേണ്ടത്, അപ്പം ഈ എല്ലാവരുടെയും ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യേണ്ട ഒരു അവസരം വരുവാണെങ്കിലും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് GST റിട്ടേൺ. GST റിട്ടേൺ ആണ് ആക്ച്വലി നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാ ഓർഗനൈസേഷനിലും ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ഓർഗനൈസേഷനിലും കോമൺ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് GST റിട്ടേൺ. GST റിട്ടേണിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മളുടെ ഫിൻപ്രൂവിന്റെ ചീഫ് അക്കാദമിക് ഓഫീസർ CA വീണ മാമിനെ ക്ഷണിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് GST റിട്ടേൺസിനെ പറ്റിയിട്ടും അതിന്റെ അറിയേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും ജസ്റ്റ് മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ടാനിയ മാം. ഓഡിബിൾ ആണല്ലോ അല്ലെ? അതെ, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഗുഡ് ഈവനിങ് എവ്രിവൺ. അപ്പം GST റിട്ടേൺസിനെ പറ്റി നമുക്ക് ടാനിയ മാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരുന്നതാണ്. അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് GSTയുടെ ഫുൾ ഫോം അറിയാവോ എല്ലാവർക്കും? എന്താ GST എന്ന് പറയുന്നത്? GST പഠിച്ചിട്ടുള്ളവരുണ്ടോ? പഠിച്ചിട്ടുള്ളവര് ഒന്ന് തംസപ്പ് ഇടാവോ? കോളേജിൽ ഒക്കെ GST പഠിച്ചവര്, എല്ലാവർക്കും ടാക്സസ് ഉണ്ടാവില്ലല്ലോ അല്ലെ? ഭവ്യ, ഓക്കെ ഭവ്യ. വേറെ ആരൊക്കെയുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ജോസ്ന, ടിനു, ഓക്കെ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അങ്ങനെ ഓക്കെ. അപ്പം 2 ഫുൾ ഫോം എനിക്ക് കിട്ടി. അപ്പം ശരിക്കും ജോസ്ന പറഞ്ഞതാണ് കറക്റ്റ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. എന്താണ് ഈ GSTയുടെ ഇമ്പോർട്ടൻസ്? നമ്മൾ കുറെ GST ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കോളേജിൽ പഠിച്ചപ്പം കുറെ പേരെങ്കിലും കുറെ കാര്യങ്ങൾ GSTയുടെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്കിനായിട്ട് കയറുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ ഇൻട്രോ പറഞ്ഞപ്പം പലരും ഫ്രഷേഴ്സ് ആണ് അല്ലെ? ഞാൻ കണ്ടു കുറെ പേര് ഫ്രഷേഴ്സ്, മെജോറിറ്റി എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ആണ്. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ പോയാൽ ഏറ്റവും പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫിൻപ്രൂവിൽ എപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അക്കൗണ്ടൻസിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഫ്രഷർ ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ലഭിക്കുന്ന ആൾക്കാര് അപ്സ്കില്ല് ചെയ്ത് അക്കൗണ്ടൻസ് ആയി ഒരുപാട് പേര് നമ്മുടെ ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഷെയർ ചെയ്യുന്നത്. GSTയിൽ പ്രാക്ടിക്കലി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ GSTയിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ റിട്ടേൺസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? GSTയുടെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ? GST പഠിച്ചിട്ടുണ്ട്, ഫുൾ ഫോം ഒക്കെ പറഞ്ഞു കുറച്ചു പേര്. അപ്പൊ GSTയുടെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ജോസ്ന ഒക്കെ പറഞ്ഞു, ടിനു, റിഷാദ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം ടിനുവും റിഷാദും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് GSTയുടെ വെബ്സൈറ്റ്. ഓക്കെ, ജിത്തിൻ
ഓക്കെ, അപ്പം GST വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് gst.gov.in എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ കയറി നമുക്ക് ഫയൽ ചെയ്ത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആസ് എൻ അക്കൗണ്ടന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് GST റിട്ടേൺ ഫയലിംഗ്. ഓക്കെ, GST റിട്ടേൺ ഫയലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അക്കൗണ്ടന്റിനെ ഒരു കമ്പനി എംപ്ലോയ് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ് GST ഫയലിംഗ് അറിയാവോ, TDS ഫയലിംഗ് അറിയാവോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നമുക്ക് ഫിൻപ്രൂവിന് ഒരുപാട് പ്ലേസ്മെന്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിനെ എടുക്കുന്നതിന് പകരം അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്ന എന്താ, നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ സ്കില്ല് ചെയ്ത കുട്ടികളെ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ഫയലിംഗ് കാര്യങ്ങളെല്ലാം അവർ ഫെമിലിയർ ആയത് കാരണം എംപ്ലോയേഴ്സിന് അവരെ പിന്നീട് അതിലേക്ക് ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം ചെയ്യുന്നത് ഈ GST വെബ്സൈറ്റ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവർക്ക് അതിൽ ഫയലിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫയലിംഗ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതേസമയം നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, ഫ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ ഫയലിംഗ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുള്ള ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയറും നമ്മൾ ഫിൻപ്രൂവിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമുലേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളൊരു മോക്ക് വെബ്സൈറ്റ്, അതായത് ശരിക്കുള്ള ആക്ച്വൽ GST വെബ്സൈറ്റ് ഇല്ലേ, അതേപോലത്തെ ഒരു എഡ്യൂക്കേഷണൽ വേർഷൻ നമ്മൾ GST വെബ്സൈറ്റിന്റെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. GST മാത്രമല്ല, നമ്മൾ TDSന്റെയും അതുപോലെ ESI, EPF ഇതിന്റെ എല്ലാം റിട്ടേൺ ഫയലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു അക്കൗണ്ടന്റ് ജോബ് റോള് പറയുമ്പോൾ. അതൊക്കെയാണ് ആക്ച്വലി ഒരു എംപ്ലോയറിന് വേണ്ടിയത്. ആ സ്കിൽസ് ആണ് അവർ നോക്കുന്നത് അല്ലെ. നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഒന്നും അവരെ കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടിയത് സ്കിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസിനെയാണ്. അപ്പൊ നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ GST അതുപോലെ TDS, ESI, EPF ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് GST ഫയലിംഗ് എല്ലാം ചെയ്യാം. GSTR1, GSTR3B ഒക്കെ ആക്ച്വൽ വെബ്സൈറ്റിൽ എങ്ങനെയാണോ ഫയൽ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ മോക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്ത് തന്നെ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് നേരം GST റിട്ടേൺ എന്ന് പറയുന്നത്, GST റിട്ടേൺസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. ഏതൊക്കെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റിട്ടേൺസ് എന്നറിയോ? ഈ GST റിട്ടേൺ എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മളുടെ സെയിൽസ്, ഇൻകം എത്രയുണ്ട് എന്ന് നമ്മൾ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, നമ്മുടെ സെയിൽസ് എത്രയുണ്ടെന്ന് എന്തിനാ ഗവൺമെന്റ് അറിയുന്നത്? ഗവൺമെന്റിന്റെ റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെ. ജിത്തിൻ പറഞ്ഞു പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെന്റ്. കറക്റ്റ് ആണ് ജിത്തിൻ. അതായത് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു മേജർ റവന്യൂ ആണ്. ഓക്കെ, വൺ ഓഫ് ദ മേജർ റവന്യൂ. പല ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ട് അല്ലെ. GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അതേപോലെ ഒരുപാട് ടാക്സസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ റിട്ടേൺസ് ഉപയോഗിച്ചാണ് റിട്ടേൺ ഉപയോഗിച്ചാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് ഈ ഡീറ്റെയിൽസ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര സെയിൽസ് ഉണ്ട്, ഇത്ര പെർച്ചേസസ് നമ്മൾ ചെയ്തു, ആ സെയിൽസിൽ നമുക്ക് ഇത്രയും GST പേയബിൾ ഉണ്ട്, പെർച്ചേസസിൽ ഇത്ര GST ഇൻപുട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടാനിയ മാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അതുപോലെ എത്ര ടൈപ്സ് ഓഫ് റിട്ടേൺസ് ഉണ്ടെന്നറിയാവോ GSTയിൽ? എത്ര ടൈപ്സ് ഓഫ് റിട്ടേൺസ് ഉണ്ട് GSTയിൽ? കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചോദിച്ചതാ. വേഗം പോയി ഗൂഗിൾ ചെയ്ത് നോക്കൂ. 2 ആണോ? ഓക്കെ, GSTR 1 ഉം 3B ആയിരിക്കും ജിത്തിന് ഉദ്ദേശിച്ചത് അല്ലെ. 1 ഉം 3Bയും വളരെ കോമൺ ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. പക്ഷെ അത് കൂടാതെ ഒരുപാട് റിട്ടേൺസ് ഉണ്ട്. GSTR 9 ഉണ്ട്, 9C ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം QRMP സ്കീം ആണെങ്കിൽ, അതായത് ക്വാർട്ടർലി ആണ് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന, ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു റിട്ടേൺ ഉണ്ട്. അതുപോലെ കോമ്പസിഷൻ ആണെങ്കിൽ അതിനൊരു കൈൻഡ് ഓഫ് റിട്ടേൺ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് 13 കൈൻഡ്സ് ഓഫ് റിട്ടേൺസ് ഉണ്ട്. പക്ഷെ ജിത്തിൻ പറഞ്ഞ പോലെ രണ്ട് റിട്ടേൺസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫയൽ ചെയ്യേണ്ടി വരിക, GSTR 1 ഉം GSTR 3B. ഒരു അക്കൗണ്ടന്റ് ഉറപ്പായിട്ടും ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാര്യം എന്താ? ഇപ്പൊ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു സ്ഥലം ആണെന്നുണ്ടെങ്കിൽ
മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ എല്ലാ മന്തും നമ്മൾ ഈ GSTR 1ഉം 3Bയും ഫയൽ ചെയ്യണം. അപ്പൊ ഒരു വർഷം തന്നെ നമ്മൾ എത്ര ഫയലിംഗ് ചെയ്യണം അല്ലെ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത് GST റിട്ടേൺ ഫയലിംഗ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് GST റിട്ടേൺ ഫയലിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ്സ് മാത്രം പോരെ, എന്താണ് നമ്മളത് ചെയ്ത് പഠിക്കുക കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ടൈമിൽ അധികം ടൈം കളയരുത്. കാരണം ടൈം നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടൈം കളയാതെ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഇങ്ങനെയുള്ള സ്കിൽസ് അക്വയർ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് കയറാൻ നോക്കുക. കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് GSTയെ പറ്റിയിട്ട്, GST നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും GST അറിഞ്ഞിരിക്കണം. അതുകൂടാതെ നമുക്ക് GSTയിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. GST പ്രാക്ടീഷണർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇപ്പം ആരുടെയും കൂടെ വർക്ക് ചെയ്യണ്ട, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും GST വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ട്ഫോളിയോ ആണ്. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണം. അതില് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കൺസൾട്ടൻസി പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. നന്നായിട്ട് തന്നെ GST പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി GST റിട്ടേൺസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് അതുപോലെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, ഇ-വേ ബിൽസ് ഉണ്ട്. അതും ടാനിയ മാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ടാനിയ മാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ബീന മാം ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ GST റിട്ടേൺ GSTR 1 ആൻഡ് GSTR 3B ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം നോർമലി GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്കാര് GSTR 1ഉം 3B ആയിരിക്കും ഫയൽ ചെയ്യുന്നുണ്ടാവുക. നോർമൽ രജിസ്ട്രേഷൻ ഉള്ള എല്ലാ ആൾക്കാരും അതാണ്. ഇനി CMP 08 GSTR 4 എന്ന് പറയുന്നത് കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെങ്കിൽ മന്ത്ലി അവർ GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്മോൾ ടാക്സ് പേയേഴ്സിന് GST കളക്ട് ചെയ്യേണ്ട, ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ട, നേരെ മറിച്ചൊരു എന്താ പറയാ അവർക്കൊരു ടാക്സ് ഇൻവോയ്സ് അല്ലാണ്ട് തന്നെ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാണ്ട് ഒരു ഡോക്യുമെന്റ് കൊടുത്താൽ മതി. അതിന് മന്ത്ലി അവർ CMP 08 ത്രൂ അവരുടെ ടാക്സ് പേ ചെയ്യണം. ഇയർലി ഒരു റിട്ടേൺ മാത്രം ഫയൽ ചെയ്താൽ മതി. അതാണ് GSTR 4 എന്ന് പറയുന്നത്. അപ്പം CMP 08 എന്ന് പറയുന്നത് പേയ്മെന്റ് മാത്രമാണ്. ഇയർലി ആണ് അവർക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ GSTR 9C എന്ന് പറയുന്നത് അത് മന്ത്ലി റിട്ടേൺ അല്ല, ആനുവൽ റിട്ടേൺ ആണ്. ഈ GSTR 1 ആൻഡ് 3B മന്ത്ലി ഫയൽ ചെയ്യാൻ ആൾക്കാർ ഒരു വർഷം എൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഈ ഒരു വർഷത്തെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഒരു സമ്മറി റിട്ടേൺ ഫയൽ ചെയ്യണതാണ് GSTR 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GSTR 9C എന്ന് പറയുന്നത് അവരുടെ ബുക്സും നമ്മൾ ഫയൽ ചെയ്ത ഈ ആനുവൽ റിട്ടേൺ GSTR 9ഉം തമ്മിലുള്ള ഒരു റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് GST ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല നമ്മളുടെ ബുക്സിലുള്ള സെയിം തന്നെയാണ് നമ്മൾ GSTR 9ൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് റീസൺ അത് കാണിച്ചിട്ടാണ് നമ്മൾ GSTR 9C ഫയൽ ചെയ്യണത്. ഗവൺമെന്റിന് എവിടെയെങ്കിലും റവന്യൂ ലോസ് ഉണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GSTR 9C. അപ്പം ഇത് രണ്ടും ആനുവൽ റിട്ടേൺ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് മന്ത്ലി നമ്മൾ ഫയൽ ചെയ്യണ GSTR 1 ആൻഡ് 3B ആണ് എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടത്. CMP 08 ആൻഡ് GSTR 4 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പോസിഷൻ ടാക്സ് പെയർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്കി GSTR 9 ആൻഡ് 9C ഈ പറഞ്ഞ നോർമൽ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് ഒരു പർട്ടിക്കുലർ ടേൺ ഓവറിന് മേളിലുള്ളവർക്ക് മാത്രമാണ് ഈ 9 ആൻഡ് 9C ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ബിൽ ഓഫ് സപ്ലൈ ആണ് കോമ്പോസിഷൻ ടാക്സ് പെയർ. നമ്മളുടെ നോർമൽ ടാക്സ് പെയർ GST ടാക്സ് ഇൻവോയ്സ് ചെയ്യും പോലെ തന്നെ കോമ്പോസിഷൻ ആൾക്കാർ ടാക്സ് ഇൻവോയ്സ് വേണ്ട, നേരെ മറിച്ച് അവരുടെ സെയിലിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു ബിൽ ഓഫ് സപ്ലൈ മാത്രം കൊടുത്താൽ മതിയാകും. ഇനി GSTR 1 ആൻഡ് 3Bയിലോട്ട് നമ്മൾ വരുന്നതിനേക്കാൾ മുന്നേ കുറച്ച് ടേംസ് മാത്രം ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകാം. കാരണം നമ്മൾ GSTR 1 ആൻഡ് 3B അത് പഠിക്കണമെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം അതല്ലാണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ടൈപ്പ് ഓഫ് ടാക്സസ് ഇൻ GST.
GST എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയും. എങ്കിലും അത് ഒറ്റ CGST, SGST, IGST അങ്ങനെ പല കോമ്പോണൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു കോമ്പോണന്റും കൂടി ഉണ്ട്, UTGST എന്ന് പറയും. UTGST എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ആണ്. അതായത് ഇപ്പൊ സ്റ്റേറ്റ് ആണെങ്കിൽ SGST, ഒരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ UTGST. അതായത് SGSTനെ റീപ്ലേസ് ചെയ്ത് യൂണിയൻ ടെറിട്ടറിയിൽ വരുന്നതാണ് UTGST. അപ്പം CGST, SGST അഥവാ UTGST, IGST ഇതാണ് 3 ടൈപ്പ് ടാക്സസ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അതായത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ, സെയിൽ അല്ലെങ്കിൽ സർവീസ് നടക്കുന്നതെങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയും. നേരെ മറിച്ച് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട്, അതല്ലെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രാൻസാക്ഷൻസ് എല്ലാം ഇന്റർ സ്റ്റേറ്റിലാണ് കവേർഡ് ആയിട്ട് വരുന്നത്. ഈ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ CGST, SGST, IGSTയിൽ CGST ആൻഡ് SGST ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ IGST ആണ് ആപ്ലിക്കബിൾ ആകുക. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റിന് CGSTയും SGSTയും, ഇന്റർ സ്റ്റേറ്റിന് IGSTയും. ഇപ്പം 18% ടാക്സ് റേറ്റ് എന്ന് പറയുവാണെങ്കിൽ CGST, SGST വരുമ്പോൾ 9%, IGST വരുമ്പോൾ അത് 18% ആകും. ഇനി സപ്ലൈ, നമ്മൾ നോർമലി സെയില്, സർവീസ് എന്നൊക്കെ പറയുന്നത് പോലെ GSTയിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് സപ്ലൈ. സപ്ലൈയുടെ പുറത്താണ് എപ്പോഴും GSTയിൽ ടാക്സ് ചാർജ് ചെയ്യേണ്ടതും. സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മൾ GSTയിൽ ടാക്സ് കളക്ട് ചെയ്യാനും ടാക്സ് പേ ചെയ്യാനും എല്ലാം ലൈബിലിറ്റി വരിക. അപ്പൊ ഈ സപ്ലൈ എന്ന് പറയുന്നത് സെയിൽ ആകാം, സർവീസ് ചെയ്യുന്നതാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ പറയുന്ന ഒരു കോമൺ ടേം ആണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്, ഇൻവേർഡ് സപ്ലൈ ഉണ്ട്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് വെച്ചാൽ ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സെയില്, അതിന് എഗെയിൻസ്റ്റ് ടാക്സ് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ചെയ്യുന്ന ആ ഒരു സർവീസിനെയാണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ സെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സർവീസ് കൊടുക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ, ഇപ്പം ട്രേഡിംഗ് ആണെങ്കിൽ കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടാകും, ആ സാധനങ്ങളാണ് ഞാൻ വിൽക്കുന്നത്. ഞാൻ ഈ വാങ്ങിയ ആ ഒരു ട്രാൻസാക്ഷനെയാണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഔട്ട്വേർഡ് സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സെയിൽ അല്ലെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിന് ഔട്ട്വേർഡ് സപ്ലൈ, നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ അവെയിൽ ചെയ്യുന്ന സർവീസിനെ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയും. ഈ ഔട്ട്വേർഡ് സപ്ലൈയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെ ഔട്ട്പുട്ട് ടാക്സ് എന്നും, ഇൻവേർഡ് സപ്ലൈയിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നുമാണ് പറയുന്നത്. ഇനി നോർമലി നമ്മളിപ്പോ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങുവാണെങ്കിൽ അവര് ആ ബില്ലിൽ ഒരു GST നമ്മളുടെ അടുക്കൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാകും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഔട്ട്പുട്ട് ടാക്സ് ആണ്. അത് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പൊ നോർമലി എല്ലായിടത്തും ചെയ്യണത്, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ആ പറഞ്ഞ ഓർഗനൈസേഷൻ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിൽ അടയ്ക്കുക. നമുക്കറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതായിരിക്കും. നമ്മൾ ടാക്സ് അവർക്ക് കൊടുക്കുന്നു, അവരത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഫോർവേഡ് ചാർജ്. പക്ഷെ ഇങ്ങനെ മാത്രമല്ല, GSTയിൽ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം പർച്ചേസ് ചെയ്യുന്നയാള് ഡയറക്റ്റ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം വാങ്ങി ആ സാധനത്തിന് ടാക്സ് ആ ഓർഗനൈസേഷന് കൊടുക്കാണ്ട് ഡയറക്റ്റ് വാങ്ങിയ ആള് ഗവൺമെന്റിന് കൊടുക്കുന്നു. അതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതാനും ചില ട്രാൻസാക്ഷൻസ് GSTയുടെ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ ട്രാൻസാക്ഷൻസിന് മാത്രമാണ് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും ഫോർവേഡ് ചാർജ് ആണ്. അതായത് ആരാണോ സപ്ലൈ നടത്തുന്നത് അവര് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുവാണ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് റിവേഴ്സ് ചാർജിൽ ഇന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിന് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആരാണോ സർവീസ് അവെയിൽ ചെയ്തത് അവര് ടാക്സബിൾ വാല്യൂ മാത്രം സപ്ലയർക്ക് കൊടുത്താൽ മതി. അവർ ആ ടാക്സ് എമൗണ്ട് ഡയറക്റ്റ് ഗവൺമെന്റിൽ അടയ്ക്കുന്നത്. ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, റിവേഴ്സ് ചാർജ് ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. റിവേഴ്സ് ചാർജ് ഇൻപുട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജിന് ഇൻപുട്ട് നമുക്ക് എടുക്കാം. ഫോർവേഡ് ചാർജിൽ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെയാണ് റിവേഴ്സ് ചാർജും. റിവേഴ്സ് ചാർജും ഇൻപുട്ട് എലിജിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസ് അവെയിൽ ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു ടാക്സിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷെ 100% ഇൻപുട്ട് ടാക്സും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്
നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ടാല് കുറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പാടില്ലാത്തതുണ്ടാകും. അത് മാറ്റിയിട്ട് ബാക്കി എത്രയാണോ നമുക്ക് ഔട്ട്പുട്ടിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോർഷനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കും, അപ്പം എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്, കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞല്ലോ, അത് എന്താണെന്നുള്ളത്. അത് നമ്മൾക്ക് GSTR 3B നമ്മൾ പേയ്മെന്റ് ഓഫ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ 3B പറ്റിയിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇനെലിജിബിൾ ആയിട്ടുള്ളത് എടുക്കാൻ, അതായത് മൊത്തം ഇൻപുട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഞാൻ GSTR 3B നമ്മൾ ഡിസ്കസ് ചെയ്യണ കൊടുത്ത് നമുക്ക് പറഞ്ഞു പോകാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും 2 റിട്ടേൺ ആണ് എല്ലാ ഓർഗനൈസേഷനും ഫയൽ ചെയ്യണത്. ആ 2 റിട്ടേണിനെ പറ്റിയിട്ടാണ് ജനറലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. GSTR 9 9C വരും, എന്നാലും കോമൺ ആയിട്ട് എല്ലാ മാസവും ഫയൽ ചെയ്യണ GSTR 1 3B ആണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ട് നമ്മൾ GSTR 1 and 3B അറിഞ്ഞിരിക്കണം ഞാൻ പറയും. ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം GSTR 1 3B ഫയൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ ഒരു GSTR 1 and 3B ഫയലിംഗ് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മൾ ഒരു ഫയലിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്തൊക്കെ ട്രാൻസാക്ഷൻ ഇൻഹൗസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് ഇൻഹൗസ് ഉള്ള ഒരാൾക്ക് തന്നെയായിരിക്കും. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻവോയ്സസും നമ്മൾ വാങ്ങിയിട്ടുള്ള പർച്ചേസിന്റെ ബില്ലും ഒക്കെ കൊടുക്കുക. അപ്പൊ പക്ഷെ നമുക്ക് ഇൻഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നമുക്കുണ്ടോ എന്ന് അവർക്ക് ആക്ച്വലി അറിയണമെന്നില്ല. പക്ഷെ നമുക്കത് അറിയാമെന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോകും. മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പൊതുവെ ഓർഗനൈസേഷൻസ് ഇൻഹൗസ് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇൻഹൗസ് ചെയ്യണമെങ്കിൽ അത് അറിയാവുന്ന ആളുണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം GSTR 1 3B ഫയലിംഗ് അറിയുക എന്നുള്ളത് ആസ് ആൻ അക്കൗണ്ടന്റ് നമ്മൾ ജോലി തിരക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മളിൽ നിന്ന് എംപ്ലോയർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം GSTR 1 എന്താണെന്ന് നമുക്ക് നോക്കാം. GSTR 1 അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ GSTR 1 ആക്ച്വലി നമ്മൾ എന്താ ഇപ്പം എന്ത് ഡീറ്റെയിൽസ് GSTR 1 കൊടുക്കണേന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവോ? സെയിൽസ് കറക്റ്റ് ആണ്, എല്ലാരും പറഞ്ഞത് സെയിൽസ് ആണ്. അപ്പൊ GSTR 1 എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസിന്റെ ഒരു സമ്മറിയാണ്. GSTR 1 ജസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ നടന്നേക്കുന്ന സെയിൽസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനകത്ത് സെപ്പറേറ്റ് നമ്മൾ B2B സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ആൾക്കാർക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് ഇപ്പം ഒരു B2B സപ്ലൈ ഉണ്ടെങ്കിൽ അത് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, അത് ആർക്കാണോ സപ്ലൈ ചെയ്തേക്കണം അവരുടെ GST നമ്പർ, ടാക്സബിൾ വാല്യൂ, ഏത് റേറ്റിന്റെ സാധനമാണ്, ടാക്സ് എത്രയാണ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് B2B ഈച്ച് ആൻഡ് എവറി ഇൻവോയ്സ് ഇൻഡിവിജ്വൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ B2Cയിലോട്ട് വരുമ്പോൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് B2Cയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോർമൽ ബാക്കി ഹൈ വാല്യൂ 2.5 lakhs എബോവ് സിംഗിൾ ഇൻവോയ്സ് വരുവാണെങ്കിൽ B2C ആണെങ്കിലും അത് സെപ്പറേറ്റ് ഡാറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ബാക്കി നോർമൽ B2C ട്രാൻസാക്ഷൻസ് അത് സെപ്പറേറ്റ്, അത് ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഒരു സ്റ്റേറ്റിലോട്ട് ഇപ്പം കേരള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാള് കേരളത്തിലോട്ട് പല റേറ്റിൽ എത്ര സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിന്റെ ഒരു സമ്മറി മാത്രമാണ് B2Cയുടെ കൊടുക്കേണ്ടതുള്ളൂ. B2B നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം. പിന്നെ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടിലോട്ട് വന്നാലും B2B ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഇൻവോയ്സ് കൊടുത്ത പോലെ തന്നെ B2B ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കണം. B2C ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി B2Cയുടെ ഒരു ഡീറ്റെയിൽസ് സമ്മറി കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഡാറ്റ കൊടുക്കുമ്പോൾ ഈ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ കൊടുത്താൽ മതി. സെപ്പറേറ്റ് B2B B2C ക്രെഡിറ്റ് നോട്ട് കൊടുക്കേണ്ടിയില്ല. B2Cയുടേത് നെറ്റ് എമൗണ്ട്, നെറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ GSTR 1 കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പല HSN എന്ന് പറഞ്ഞിട്ടൊരു യൂണിക് ഒരു എല്ലാ ഇപ്പൊ സർവീസ് ആണെങ്കിൽ SAC എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടാകും, ഗുഡ്സ് ആണെങ്കിൽ HSN എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടാകും. അപ്പൊ ഈ HSN നമ്പറും SAC നമ്പർ വൈസ് നമ്മൾ ഒരു സമ്മറി, അത് നമ്മൾ ചെയ്ത ഇപ്പം എത്രയാണ് നമ്മൾ സെയിൽസ് ടോട്ടൽ B2B B2C ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എല്ലാം കഴിഞ്ഞ് നെറ്റ് ഒരു ഫിഗർ കാണിക്കുന്നത്, അതിന്റെ HSN അല്ലെങ്കിൽ SAC സമ്മറി നമ്മൾ GSTR 1 ഫയൽ ചെയ്യണം. അത് കൂടാണ്ട്
നമുക്കൊരു ഇൻവോയ്സ് എപ്പോഴും ഒരു സീരീസിലായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യുക. അപ്പൊ ആ ഒരു സീരീസ്, ഏത് സീരീസ് മുതൽ ഏത് സീരീസ് നമ്പർ വരെയുള്ള ഇൻവോയ്സ് നമ്മൾ ഈ മാസം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത ഇൻവോയ്സിന്റെ നമ്പർ കൊടുക്കുക. നെറ്റ് ഈ മാസം നമ്മൾ എത്ര ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അതിന്റെ ഒരു സമ്മറിയും കൂടെ നമ്മൾ GSTR1 കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ GSTR1 ചെയ്യേണ്ടത്. പിന്നെ ഏതെങ്കിലും മാസം നമ്മൾ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും അമെന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒരു മാസം നമ്മൾ ഫയൽ ചെയ്താൽ അതിൽ കയറി പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറൊരു മാസം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ പഴയ മാസങ്ങൾ എന്തെങ്കിലും അമെന്റ്മെന്റ്സ് നമുക്ക് കൊടുക്കണമെങ്കിൽ അതും GSTR1 കൊടുക്കാം. ഇത്ര GSTR1 സിംപ്ലി നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഒരു സമ്മറിയാണ്. GSTR3B ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. GSTR3B എന്ന് പറയുന്നത് എന്താ? GSTR1 നമ്മൾ പറഞ്ഞു ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ്. അപ്പൊ GSTR3B എന്താ? ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ആണോ? ആർക്കെങ്കിലും അറിയാവോ GSTR3B? GSTR3B എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ടത്? പർച്ചേസ് മാത്രം കൊടുത്താൽ മതിയോ? സെയിൽസ് ആൻഡ് പർച്ചേസ്, അതാണ് കറക്റ്റ്. അതായത് GSTR1 നമ്മൾ പേയ്മെന്റ് ക്ലെയിം, ഓക്കെ. GSTR3B ആണ് ആക്ച്വലി ഗവൺമെന്റിൽ റവന്യൂ പേയ്മെന്റ് ചെയ്യുന്നത്. GSTR1 നമ്മൾ സെയിലിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു. ആ സെയിലിന്റെ അത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. GSTR3B നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസും കാണിക്കും, ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസും കാണിക്കും. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റ് എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടത് അത് നമ്മൾ ടാക്സ് അടയ്ക്കണത് GSTR3B. ഓക്കെ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, RCM, ഇമ്പോർട്ട്, ഓൾ അതർ ITC. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം GST റിലേറ്റഡ് നമ്മൾക്ക് ഈ ഒരു ടാക്സ് അടയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ GSTയിൽ കാണിക്കേണ്ടതുണ്ട് അതെല്ലാം 3B ത്രൂ ആണ്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ടാക്സബിൾ ഉണ്ടാകും, എക്സംപ്റ്റഡ് ഉണ്ടാകും, നിൽഡേറ്റഡ് ഉണ്ടാകും. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നമുക്ക് കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ ഇൻവേർഡ് സപ്ലൈ, പർച്ചേസിന്റെ ഡീറ്റെയിൽസും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട്, എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന ഒരു സമ്മറി റിട്ടേൺ ആണ് GSTR3B എന്ന് പറയുന്നത്. 3B നമ്മൾ GSTR1 കാണിച്ചപ്പോൾ ഒരു ഡീറ്റെയിൽസും ഇൻവോയ്സ് വൈസ് കാണിക്കാനില്ല. എല്ലാം സമ്മറി ഫിഗേഴ്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. പക്ഷെ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പം ഗവൺമെന്റിന്റെ റവന്യൂ കിട്ടുന്നത് 3B നമ്മൾ ഫയൽ ചെയ്യുമ്പോഴാണ്. GSTR1 ഫയൽ ചെയ്താൽ ജസ്റ്റ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിപ്പോകും. പിന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ ഇൻവോയ്സിംഗ് പഠിച്ചായിരുന്നു. അപ്പൊ ഇൻവോയ്സിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഇൻവോയ്സ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇൻവോയ്സ് B2B GSTR1 ഓട്ടോ പോപ്പുലേറ്റ് ആയി വരും. അപ്പം നമ്മൾ ഓൾറെഡി എല്ലാം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തപ്പം GST ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഓൾറെഡി ഡാറ്റ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മളുടെ B2B എന്നുള്ള ഒരു കോളം ഓട്ടോ ഫിൽ ആയിട്ട് വരും. അത് നമ്മൾ ജസ്റ്റ് കൺഫേം ചെയ്താൽ മതി, ബാക്കി ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇനി 3B വരുമ്പോൾ നമ്മൾ GSTR1 ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ GSTR1 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ GSTR3B വരും. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ചാർജ് എന്തെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ GSTR3B കൊടുക്കണം. പിന്നെ ഇൻവേർഡ് സപ്ലൈ, ഇനിയാണ് നമ്മുടെ ഇൻവേർഡ് സപ്ലൈ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇൻപുട്ട് ടാക്സ് നമ്മളിപ്പോ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിനകത്ത് കുറച്ച് കാറ്റഗറി നമുക്ക് 100% നമ്മൾ വാങ്ങിയ എല്ലാ സാധനത്തിനും ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് GSTയിൽ. അതായത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നുള്ള സെക്ഷൻ 17(5) ആണ് GST ആക്ടില്. GST ആക്ടിലെ 17(5) കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരിക. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം ഇപ്പൊ പറയാം. മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരുന്നതാണ്. ഇപ്പം ഒരു സ്ഥാപനം മോട്ടോർ വെഹിക്കിൾ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ആ പറയുന്ന മോട്ടോർ വെഹിക്കിൾ വാങ്ങിയ സ്ഥാപനം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഡ്രൈവിംഗ് സ്കൂൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മോട്ടോർ വെഹിക്കിൾ വാങ്ങിയതെങ്കിൽ എടുക്കാം. അതല്ല നോർമൽ ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ ഡയറക്ടേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങുവാണെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ വലിയ വിലയുടെ ഒരു സാധനം കുറെ എമൗണ്ട് അവിടെ ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് ഡയറക്ട്ലി നമ്മളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന് കരുതുന്നത് കൊണ്ടാകാം അതിനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻപുട്ട് ടാക്സ് എലിജിബിൾ അല്ല.
അത് ആക്ച്വലി ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, അത് ഫുഡ് ആക്ച്വലി മനുഷ്യന്റെ അത്യാവശ്യം എന്നുള്ള പോലെയാണ്. അതല്ലാണ്ട് അത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഹോട്ടൽ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാൾക്ക് ഫുഡ് ഐറ്റംസ് വാങ്ങിയാലും അത് ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആണ്. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങളിനകത്ത് ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ കവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു സാധനം വാങ്ങി, ആ വാങ്ങിയ സാധനം നമ്മൾ എക്സംപ്റ്റഡ് ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്, ടാക്സബിൾ ഗുഡ്സും സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സിന് വേണ്ടി വാങ്ങിയ ഒരു പോർഷൻ നമ്മളുടെ അടുക്കലുണ്ട്. ഇപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, നമ്മൾ ഈ എക്സംപ്റ്റഡ് ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്, ടാക്സബിൾ ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയ എല്ലാ റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാം. പക്ഷെ എക്സംപ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ടാകാം. പക്ഷെ ആ റോ മെറ്റീരിയൽ എല്ലാം എക്സംപ്റ്റഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ടാക്സബിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ആ ടാക്സബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാങ്ങിയ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അത് എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ സപ്ലൈക്ക് വേണ്ടിയാണ്. ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ ഇതിൽ പറയാം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇൻപുട്ട് ടാക്സ് ഇപ്പൊ ട്രേഡിംഗ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണെങ്കിൽ ഒരു സാധനം വാങ്ങി വിറ്റു, അവര് 100 രൂപയ്ക്ക് വാങ്ങി 150 രൂപയ്ക്ക് വിറ്റു എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഓൾറെഡി വാങ്ങിയ എവിടുന്നാണോ വാങ്ങിയത് അവിടുന്ന് 100 രൂപയുടെ ഓൾറെഡി GST കിട്ടി, ബാക്കി 50 രൂപയുടെ GST കൂടെ ഗവൺമെന്റിന് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് അവർ ഈ 150 രൂപയുടെ GSTയിൽ നിന്ന് നമ്മൾ വാങ്ങിയ 100 രൂപയുടെ GST കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അവർ സമ്മതിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ വാങ്ങിയിട്ട് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുക, അപ്പൊ ഞാൻ വാങ്ങിയ സാധനത്തിന് ഒരു ടാക്സ് അത് ആരുടെ അടുക്കെന്നാണോ നമ്മൾ വാങ്ങിയത് അത് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടാകും. നേരെ മറിച്ച് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് കിട്ടിയത് തിരിച്ച് നമുക്ക് തരേണ്ട അവസ്ഥയാണ്. ആ സാധനത്തിന് ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നില്ല. അപ്പം ആ ഒരു റവന്യൂ ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സംപ്റ്റഡ് ഗുഡ്സിന് സപ്ലൈക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നമുക്ക് പറ്റില്ല. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു റിവേഴ്സ് ചാർജ്. ഈ റിവേഴ്സ് ചാർജ് ഈ പറഞ്ഞ ഏതാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റും അല്ല, ഇൻപുട്ട് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്തതല്ല. നമുക്ക് ഫോർവേഡ് ചാർജിലാണ് ആ ഒരു ടാക്സ് ഐറ്റം അടച്ചിരുന്നതെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ റിവേഴ്സ് ചാർജിൽ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇൻപുട്ട് എടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അഡീഷണൽ നോക്കേണ്ടതുണ്ട്. നമ്മൾ വാങ്ങിയ സാധനം അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ വാങ്ങുവാണെങ്കിൽ അതിന്റെ ബില്ല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം, ടാക്സ് ഗവൺമെന്റിന് അടച്ചിട്ടുണ്ടായിരിക്കണം. ടാക്സ് ഗവൺമെന്റ് അടച്ചാലും നമ്മൾ ആരുടെ നിന്നാണോ വാങ്ങിയത് അവർ പ്രോപ്പറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിരിക്കണം. പിന്നെ 180 ദിവസത്തിനുള്ളിൽ നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് പിന്നെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പം ഈ പറഞ്ഞ സപ്ലയർ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ 2B എന്ന് പറഞ്ഞൊരു ഫോം നമുക്ക് എല്ലാ മാസവും നമ്മുടെ GSTയുടെ സൈറ്റിൽ ഓട്ടോ ജനറേറ്റ് ആയി വരും. നമ്മൾ ഓൾറെഡി കുറെ സാധനങ്ങൾ വാങ്ങി നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ ലിസ്റ്റിൽ 2Bയിൽ വന്നേക്കുന്ന ഐറ്റംസ് മാത്രമാണ് നമുക്ക് 3Bയിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് വന്നത്, അങ്ങനെയുള്ളതെല്ലാം മാറ്റി ഇതെല്ലാം കഴിഞ്ഞ് 2Bയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഫിഗർ നമുക്ക് ഇൻപുട്ട് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് 3B ഫയൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് എഗെയിൻസ്റ്റ് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പോർഷനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഔട്ട്പുട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, റിവേഴ്സ് ചാർജിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, പിന്നെ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആയിട്ടുള്ളത് എത്രയാണോ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇതെല്ലാം കൂടി ഔട്ട്പുട്ട് ടാക്സിൽ ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കി എത്രയാണോ നമുക്ക് ലയബിലിറ്റി അത് മാത്രം ഗവൺമെന്റിൽ അടച്ചാൽ മതി. ഇപ്പൊ 1 lakh നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഉണ്ട്, ഒരു 75,000 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ബാക്കി 25,000 നമ്മൾ ഗവൺമെന്റിൽ അടയ്ക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാത്തിന്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ GSTR 3Bയിൽ കാണിച്ചിട്ട് ഗവൺമെന്റിൽ ടാക്സ് അടച്ചിട്ട് മന്ത്ലി നമ്മൾ GSTR 3B ഫയൽ ചെയ്യണം. GSTR 1 എല്ലാ മാസവും 11-ാം തീയതി, 3B എല്ലാ മാസവും 20-ാം തീയതിയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. GSTR 1 എന്ന് പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈയുടെ സമ്മറി, GSTR 3B എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടാക്സും റിവേഴ്സ് ചാർജ്, പിന്നെ നമ്മളുടെ ഇൻപുട്ട് ടാക്സിൽ എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന പോർഷനും, അത് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് ഗവൺമെന്റ് ടാക്സ് അടയ്ക്കുന്നത് ആ ഒരു സംഭവമാണ് നമ്മൾ GSTR 3B. അപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ എക്സാമ്പിൾ ഞാൻ പറയാം. 1 lakh ഔട്ട്പുട്ട് ടാക്സും 75,000 ഇൻപുട്ടും ഉണ്ടെങ്കിൽ ബാക്കി 25,000 ആണ് നമ്മൾ ഗവൺമെന്റിൽ അടയ്ക്കുന്നത്.
പിന്നെ എക്സംപ്റ്റഡ് ഗുഡ്സ്, എക്സംപ്റ്റഡും ടാക്സബിളും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എക്സംപ്റ്റഡിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് നമുക്ക് എക്സംപ്റ്റഡിന് ഉപയോഗിക്കുന്ന സപ്ലൈക്ക് വേണ്ടിയിട്ട് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് മാറ്റിയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആയിട്ട് വരുന്നത്. ഇതാണ് GSTR റിട്ടേണിന്റെ ഒരു സമ്മറി. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇനി നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞത് ഇ-വേ ബില്ലാണ്. ഇ-വേ ബില്ല് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഇ-വേ ബില്ല് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാകും. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇ-വേ ബില്ല് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇ-വേ ബില്ല് എന്ന് പറയുന്നത് ഒരു ഗുഡ്സിന്റെ മൂവ്മെന്റ് എവിടെയാണോ നടക്കുന്നത് അവിടെ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി GSTയിലുള്ള ഒരു സിസ്റ്റം ആണ് ഇ-വേ ബില്ല് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് അല്ല, ആക്ച്വലി കൺസൈൻമെന്റ് വാല്യൂ ആണ് നോക്കുന്നത്. ഇപ്പൊ നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഗുഡ്സിന്റെ കൺസൈൻമെന്റ് വാല്യൂ എന്ന് പറയുന്നത് 50,000 എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം അതുപോലെ തന്നെ സപ്ലയർ തന്നെ ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സപ്ലയറും ഉണ്ടാകും, നമ്മൾ വാങ്ങുന്ന റെസിപ്പിയന്റും ഉണ്ടാകും. സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ആർക്ക് വേണമെങ്കിലും ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. നോർമലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ടാക്സ് പെയർ ആണെങ്കിൽ സപ്ലയർ ആണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് സാധനം വാങ്ങണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനത്തെ കേസിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയന്റിനും ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. അപ്പൊ സപ്ലയർക്ക് ജനറേറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ റെസിപ്പിയന്റ് ജനറേറ്റ് ചെയ്യാം. മൂവ്മെന്റ് ഓഫ് ഗുഡ്സിനാണ് ഈ പറഞ്ഞ ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇ-വേ ബില്ലിനും നമ്മുടെ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു സൈറ്റ് ഉണ്ട്, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ ഒരു സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇ-വേ ബില്ലിന് സെപ്പറേറ്റ് ഒരു സൈറ്റ് ആണ്. അതിൽ കയറിയിട്ട് നമ്മൾ കൺസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അതിന് പാർട്ട് എ, പാർട്ട് ബി അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ പാർട്ട് എയിലാണ് കൺസൈൻമെന്റ്, സപ്ലയർ, റെസിപ്പിയന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പാർട്ട് ബിയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. GST നമ്മുടെ ഇൻവോയ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടുന്ന് തന്നെ ഈ ഇൻവോയ്സിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് ഇ-വേ ബില്ലിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഇൻവോയ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് അവിടെയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇ-വേ ബില്ല് ആക്ച്വലി ഇ-വേ ബില്ലിന്റെ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് ഇ-വേ ബില്ല് സിമ്പിൾ ആണ്, അതിൽ GSTയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്റ്റൻസിന് അനുസരിച്ചായിരിക്കും. 200 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ 1 ഡേ വാലിഡിറ്റി, അതിന് മൾട്ടിപ്പിൾ ആകുന്നതിനനുസരിച്ചിട്ട് 200-ന് മേലെ പോകുവാണെങ്കിൽ ഓരോ 200 കിലോമീറ്ററിനും ഓരോ ദിവസം വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇ-വേ ബില്ലിന്റെ വാലിഡിറ്റി. അപ്പൊ നമ്മൾ ആ ഒരു വാലിഡിറ്റി തീരുന്നതിനേക്കാൾ മുന്നേ സ്ഥലത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ കാണിച്ചിട്ട് നമുക്ക് അത് എക്സ്റ്റൻഷൻ വാങ്ങാനും പറ്റും. ഇതാണ് ഇ-വേ ബില്ല്. ഇ-വേ ബില്ല് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇ-വേ ബില്ല് ഗുഡ്സിന്റെ മൂവ്മെന്റ്, അപ്പൊ ഒരു ട്രേഡിംഗ് കൺസേണിന് മാത്രമായിരിക്കും ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആകുക. അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എല്ലാവർക്കും ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആയിട്ട് വരും. മാനുഫാക്ചറിങ് യൂണിറ്റിന് ഒബ്വിയസ്ലി അവർക്ക് ഒരു എന്താ പറയാ, മാനുഫാക്ചറിങ് ആകുമ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ടാകും. അവര് മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടാകും. ട്രേഡിംഗ് കൺസേൺ എല്ലാവർക്കും അറിയാം, സാധനം വാങ്ങുന്നു വിൽക്കുന്നു, അപ്പം എന്തായാലും അവിടെ മൂവ്മെന്റ് ഉണ്ട്. ഇനി സർവീസ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിൽ മൂവ്മെന്റ്, ഇപ്പം സർവീസ് ഇൻഡസ്ട്രി ആണ്, പക്ഷെ ഇപ്പം ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഫർണിച്ചർ വാങ്ങുകയാണ്. അപ്പൊ ഫർണിച്ചറിന്റെ എല്ലാത്തിന്റെയും കൂടെ വാല്യൂ 50,000 എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങി അവിടെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഉള്ള മൂവ്മെന്റിനും ഇ-വേ ബില്ല് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇ-വേ ബില്ല് സപ്ലയർക്കും റെസിപ്പിയന്റിനും മാത്രമല്ല, ഒരു ട്രാൻസ്പോർട്ടർ, ഇപ്പൊ പല സപ്ലയേഴ്സിന്റെ അടുക്കേന്ന് ഒരുമിച്ച് ഒരു വണ്ടിയിൽ പല സപ്ലയേഴ്സിന്റെ സാധനം പല ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുന്ന ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഉണ്ടാവും. അപ്പൊ അവര് ഓരോ കൺസൈൻമെന്റ് വാല്യൂ 50,000 താഴെയാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ സപ്ലയേഴ്സും ഇ-വേ ബില്ലൊന്നും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ കുറെ ഇ-വേ ബിൽസ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു സിംഗിൾ ഇ-വേ ബില്ല് എല്ലാത്തിന്റെയും കൂടി ജനറേറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അത് ട്രാൻസ്പോർട്ടർ ചെയ്യണതാണ്. നോർമലി ഒരു രജിസ്റ്റേർഡ് ട്രേഡർ ചെയ്യണത് അവരെത്രയാണോ മൂവ്മെന്റ്, ഏത് ഗുഡ്സിന്റെ ആണോ മൂവ്മെന്റ് ചെയ്യണത് അതിന്റെ ഇ-വേ ബില്ലിന്റെ സൈറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ്
അവര് ഇപ്പം ഇ വേ ബില്ല് ഇൻവോയ്സ് പോലെ തന്നെ മൂവ്മെന്റ് ചെയ്യണ ഗുഡ്സിൽ അത്യാവശ്യം വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇ വേ ബില്ല്. ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രാക്ടിക്കലി GST എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞത്. GST ആക്ച്വലി ഇത്രയൊന്നും അല്ല. GST വലിയൊരു ആക്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാലും പ്രാക്ടിക്കലി അത് ചെയ്ത് പഠിച്ചാലാണ് നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബെനിഫിറ്റ് ഉള്ളൂ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഓക്കെ നമുക്ക് മനസ്സിലായി, പക്ഷെ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അത് ചെയ്യണമെങ്കിൽ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകണം. അപ്പൊ നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ആക്ച്വലി അങ്ങനത്തെ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഈ GST അല്ല ബാക്കി ഏത് കോഴ്സസിന് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ അക്കാദമിക് കൗൺസിലേഴ്സ് പറഞ്ഞു തരും. ഐ തിങ്ക് എവറിത്തിങ് ഈസ് ക്ലിയർ.